പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഒരു നല്ല ഞായറാഴ്ചയുടെ പ്രഭാതം കൂടെ കാണുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 100-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം: അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഈ വിശുദ്ധ പകൽക്കാലം നമ്മുടെ ഹൃദയത്തിലെ ഒരു ആഗ്രഹമാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം എത്തുക എന്നുള്ളത്. അർത്ഥാൽ ദൈവാലയത്തിൽ പോകുക, ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ സമയത്തിന്റെ അതേ അല്പഭാഗം ദൈവത്തെ സ്തുതിപ്പാനായി മാറ്റിവെക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ആഗ്രഹം. നമ്മെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ചവനായ ദൈവത്തിന്റെ ആഗ്രഹവും നാം ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കണമെന്നുള്ളതാണ്. അത് ആകയാലാണ് പാപം ചെയ്ത മനുഷ്യനെ പാപത്താൽ അവൻ അകന്നു പോകാതിരിപ്പാൻ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് താണഭൂമിയിലേക്ക് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പാപമൊഴികെ സകലത്തിലും നമ്മോട് സമത്വമുള്ളവനായി തീർന്ന് നമ്മളെ തന്റെ മക്കളാക്കി തീർത്തത് ആ ദൈവത്തിന്റെ മനസ്സിലുള്ള ആ വലിയ പദ്ധതികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം എങ്ങനെ ചെല്ലണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനക്കാരുടെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ നാം ചെല്ലണം. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന് കൊടുക്കുന്നതെല്ലാം സ്തോത്രയാഗവും സ്തുതിയാഗവുമായിരിക്കാൻ ഇടയായി തീരട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം, കഴിഞ്ഞ ഒരു മാസക്കാലം, ഒരു വർഷക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നാം ദൈവത്തിന് നന്ദിയല്ലാതെ എന്ത് പറയാതിരിക്കാൻ കഴിയും? സ്തോത്രത്തോടെ നാം ദൈവത്തിന് ചെല്ലുമ്പോൾ, സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, സ്തോത്രവും സ്തുതിയും സ്വീകരിച്ച് നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ ദൈവം നമ്മുടെ മുൻപിൽ എപ്പോഴും സന്നദ്ധനായി നിൽക്കുകയാണ്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നാം എപ്പോഴും ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് ദൈവത്തിന് ചെല്ലുക മാത്രമല്ല, പിന്നെയോ ദൈവം നമുക്കായി ചെയ്ത സകല ഉപകാരങ്ങൾക്കും നാം ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരണം. കാരണം നാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അതേ ദൈവം ഏറ്റവും അധികം സന്തോഷിക്കുകയാണ്. ദൈവം സന്തോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് അത്യന്തം പരമായ ദൈവകൃപയുടെ വലിയ ശക്തി നമ്മുടെ മേൽ പകർന്നു നമുക്ക് വേണ്ട സമാധാനവും നമുക്ക് വേണ്ട സന്തോഷവും നമുക്ക് വേണ്ട പ്രത്യാശയും ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞു നൽകും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് പകൽക്കാലം നാം എങ്ങനെ ദൈവസന്നിധിയിൽ ചെല്ലണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രത്തോടെ അതേ വാതിലുകളിലും പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ ചെല്ലുവീൻ. അടുത്ത പറയുന്നു, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ, യഹോവ നല്ലവനല്ലോ. നാം എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം? നാം എന്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം? യഹോവ നല്ലവനായതുകൊണ്ടാ. കാരണം നല്ലത് മാത്രം ചെയ്യുവാനേ നമ്മുടെ ദൈവത്തിന് കഴിയുകയുള്ളൂ. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ചെയ്തതെല്ലാം നല്ലത് മാത്രമല്ലേ? രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അനാഥരെയും വിധവമാരെയും സ്നേഹിച്ചു, അതേ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തന്റെ അടുത്ത് വന്നവർക്കെല്ലാം ആശ്വാസത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തു, തന്നിൽ ആശ്രയിച്ചവർക്കൊക്കെ പ്രത്യാശ കൊടുത്തു, തന്നിലേക്ക് നിരാലംബരായി കടന്നു വന്നവരെയൊക്കെ ബലം കൊടുത്ത് അവരെ ബലത്തോടെ അയക്കിയല്ലേ കർത്താവ് ചെയ്തത്? അപ്പൊ നല്ലത് മാത്രമല്ലേ കർത്താവ് ചെയ്തത്? ഇന്ന് നമുക്കും ദൈവം ചെയ്യുന്നത് എന്താണ്? നല്ലത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, കഴിഞ്ഞ രാത്രിയിൽ ഞാനും കിടന്നുറങ്ങി യഹോവ താങ്ങി ഉണർന്നിരിക്കുന്നു സങ്കീർത്തനക്കാരനോട് ചേർന്ന് നാം ഈ പ്രഭാതത്തിൽ പറയുമ്പോൾ, ഇന്നത്തെ പകൽക്കാലം നാം ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് വേണം ദൈവത്തെ സ്തുതിക്കാനാണ്. അതുകൊണ്ട് ആലയത്തിൽ പോകുന്ന ദൈവമക്കൾ അത് മുടക്കാതെ നിങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിൽ പോകണം. പ്രാർത്ഥന കഴിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ നിങ്ങൾ ദൈവത്തെ സന്തോഷത്തോടെ നിങ്ങൾ ആരാധിക്കണം. സ്തോത്രത്തോടും സ്തുതിയോടും പാട്ടോടും സംഗീതത്തോടും കൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ സ്വർഗം നമ്മുടെ മേൽ പ്രസാദിക്കുകയാണ് ചെയ്യുന്നത്. നാം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അധികമായി അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ നാം ദൈവത്തിന് സ്തോത്രം കൊടുക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നാവിൽ നിന്ന് സ്തുതി വരട്ടെ. നിങ്ങൾ ഒരു പക്ഷേ വേദനയിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ രോഗിയായിട്ടാണ് നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കുന്നത്, പല മാനസിക വിഷമത്താലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവെടുത്തൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, നിങ്ങളുടെ അതരം തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ കട്ടതയ്ക്ക് വിരാമം കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ മുൻപിലുള്ള പ്രതികൂലങ്ങൾ മാറുകയാ, വിഷമങ്ങൾ മാറുകയാ, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വന്നിരിക്കുന്ന രോഗങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മാറിപ്പോകുകയാ.
ആകയാ സ്തോത്രത്തോട് സ്തുതിയോടും ഇന്ന് പകൽക്കാലം ദൈവത്തിന് ധാരാളം സ്തുതിയും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഒരു നല്ല ആരാധന കഴിച്ച് വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിച്ച് മുൻപോട്ട് ഭഗവാൻ സർവകൃപാലുവായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനത്തിന് മുമ്പ് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക. ദൈവമേ, ഇന്ന് ഞാൻ കഴിക്കുന്ന സ്തോത്രവും ഇന്ന് ഞാൻ കഴിക്കുന്ന സ്തുതിയും സ്വീകരിച്ച് എനിക്ക് വേണ്ട, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടത്, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എന്നെ കരം പിടിച്ച് മുൻപോട്ട് നടത്തണമേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽ വേളയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ദൈവ ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് മടുത്തു പോകാതെ ദൈവത്തിന് വിശ്വസ്തരായി ദൈവത്തിന്റെ കൃപയിൽ മുന്നേറുവാൻ ഈ വചനം നിങ്ങൾക്കൊരു ആശ്വാസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസമായെങ്കിൽ, നിങ്ങൾക്കൊരു പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ ലഭിച്ചുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഈ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.